നമസ്കാരം, ഞാൻ ഡോക്ടർ അരുണുമൻ, ന്യൂറോ സർജനാണ്. ന്യൂറോ സർജറി എന്താണെന്നും ഏതൊക്കെ അസുഖങ്ങളാണ് ന്യൂറോ സർജറി കൈകാര്യം ചെയ്യുന്നതിനും പലർക്കും സംശയം തോന്നാം. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിലെ ഏറ്റവും സങ്കീർണമായ അവയവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറും നമ്മുടെ നട്ടലുമാണ്. അപ്പം നമ്മുടെ തലച്ചോറും നട്ടലും സംബന്ധമായിട്ട് പ്രശ്നങ്ങൾ സർജറി അല്ലെങ്കിൽ ശസ്ത്രക്രിയ വഴി കൈകാര്യം ചെയ്യുന്ന മേഖലയാണ് ന്യൂറോ സർജറി. ന്യൂറോ സർജറിയിൽ ഇപ്പം വിജയം വളരെയധികം കൂടിയിട്ടുണ്ട്. അതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നിക്കൽ അഡ്വാൻസ്മെൻറ്റ് ആൻഡ് ബെറ്റർ നോളജ് അബൌട്ട് ദ ഡിസീസ് പ്രോസസ്സ്. ഈ രണ്ട് കാരണങ്ങളാണ്. ടെക്നിക്കൽ അഡ്വാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടെക്നോളജിയിൽ വന്നേക്കുന്ന പുരോഗതി, വളരെ അഡ്വാൻസ്ഡ് ആയ മൈക്രോസ്കോപ്പുകൾ, ന്യൂറോ നാവിഗേഷൻ സിസ്റ്റം, ന്യൂറോ മോണിറ്ററിംഗ് സിസ്റ്റം, കാവിട്രോൺ അൾട്രാസോണിക് സർജിക്കൽ ആസ്പിറേറ്റർ, CM, വളരെ അഡ്വാൻസ്ഡ് തിയേറ്റേഴ്സ്, വളരെ അഡ്വാൻസ്ഡ് ICU ഫെസിലിറ്റീസ്, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും നമ്മുടെ ടെക്നിക്കൽ അഡ്വാൻസ്മെൻറ്റ് വളരെയധികം കൂടിയിട്ടുണ്ട്. ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദ ഡിസീസ് പ്രോസസ്സ്, അതായത് രോഗത്തെക്കുറിച്ചുള്ള കൂടുതലുള്ള അറിവ്, അത് രോഗത്തിൻ്റെ രീതി എങ്ങനെയാണെന്നും അതിനെ എങ്ങനെ നമുക്കതിനെ കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളതും, പിന്നെ മരുന്നുകളെ കുറിച്ചുള്ള അറിവുകളും, അത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വലിയ പ്രശ്നങ്ങളും ഉണ്ടാക്കാത്ത രീതിയിലുള്ള മരുന്നുകളും, അങ്ങനെ പല രീതിയിലുള്ള അഡ്വാൻസ്മെൻറ്റ്സ് ന്യൂറോ സർജറിയുടെ ചികിത്സ വിജയം വളരെയധികം കൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഏതൊക്കെ അസുഖങ്ങളാണ് ന്യൂറോ സർജറിയിലൂടെ കൈകാര്യം ചെയ്യാൻ കഴിയുക? സാറിനെ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രോമാറ്റിക് ബ്രെയിൻ ആൻഡ് സ്പൈൻ ഇഞ്ചറി, അതായത് ആക്സിഡൻസ് മൂലം ഉണ്ടാകുന്ന, അല്ലെങ്കിൽ അസോൾട്ട് അല്ലെങ്കിൽ വർക്ക് സൈറ്റ് ഇഞ്ചറി മൂലം ഉണ്ടാകുന്ന തലച്ചോറും നട്ടലും സംബന്ധമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെയാണ് കൂടുതലും കൈകാര്യം ചെയ്യുന്നത്. ന്യൂറോ സയൻസ് ആണ് കൈകാര്യം ചെയ്യുന്നത്. പിന്നെയുള്ള പ്രശ്നങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നട്ടൽ സംബന്ധമായിട്ട് പ്രശ്നങ്ങൾ, അതായത് ഏറ്റവും കോമൺ ആയിട്ടുള്ളത് ഡിസ്ക് പ്രോബ്ലംസ് ആണ്. ഡിസ്ക് തേയ്മാനം വരുന്നു, ഡിസ്ക് പുറത്തേക്ക് ചാടുന്നു, പിന്നെ നട്ടിൽ തെന്നുന്നു, നട്ടിൽ തേയ്മാനം വരുന്നു, നട്ടിൽ കൊളാപ്സ് ചെയ്യുന്നു, നട്ടിലിന് വരുന്ന ഇഞ്ചറീസ്, പിന്നെ നട്ടിൽ ഇൻഫെക്ഷൻ, പിന്നെ ലിസ്തസിസ്, അതായത് നട്ടിൽ തെന്നിപ്പോകുന്നു, പിന്നെ നട്ടിലെ വളവ്, സ്കോളിയോസിസ്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ന്യൂറോ സർജറിയിലൂടെ കൈകാര്യം ചെയ്യുന്നത്. പിന്നെ മറ്റൊരു പ്രധാന മേഖല എന്ന് വെച്ച് കഴിഞ്ഞാൽ തലച്ചോറിലും നട്ടിലും വളരുന്ന മുഴകൾ അല്ലെങ്കിൽ ട്യൂമേഴ്സ്. പലപ്പോഴും ബ്രെയിൻ ആൻഡ് സ്പൈൻ ട്യൂമേഴ്സ് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയത്തില്ല എന്നുള്ള ഒരു കൺസെപ്റ്റാണ്. പക്ഷെ അത് തെറ്റാണ്. കറക്റ്റായിട്ട് ഏർലി സ്റ്റേജസിൽ കണ്ടുപിടിച്ച് കറക്റ്റായിട്ടുള്ള ചികിത്സ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ശതമാനം പല ബ്രെയിൻ ട്യൂമേഴ്സിനെയും പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയും. മെനിഞ്ചോമ, കവർണോമ, പിറ്റ്യൂട്ടറി അഡിനോമ, ലിംഫോമ, ഷ്വാനോമ, അങ്ങനെ പല ഹെമാൻജിയോബ്ലാസ്റ്റോമ, അങ്ങനെ പല രീതിയിലുള്ള ബ്രെയിൻ ട്യൂമേഴ്സിനെ പൂർണ്ണമായിട്ട് ചികിത്സിച്ച് ഭേദമാക്കാൻ നമുക്ക് സാധിക്കും. പിന്നെ മറ്റൊരു പ്രധാന മേഖലയാണ്, അതായത് തലച്ചോറിൽ അല്ലെങ്കിൽ വരുന്ന ഞരമ്പ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതായത് ഏത് സ്ട്രോക്ക് മൂലം ഉണ്ടാകുന്ന ബ്ലോക്കിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി സ്റ്റെൻറ്റ് ഇട്ട് അതിൻ്റെ ബ്ലോക്ക് മാറ്റാൻ രീതികളൊക്കെ ന്യൂറോ സയൻസാണ് ചെയ്യുന്നത്. പിന്നെ രക്തക്കുഴൽ പൊട്ടി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുവാൻ, അത് അന്യൂറിസം എന്ന കൊമള പോലെ വീർത്ത്, അന്യൂറിസം എന്ന് പറയും, കൊമള പോലെ വീർത്ത് പൊട്ടുന്നതായിരിക്കാം. അല്ലെങ്കിൽ രക്തക്കുഴലിൽ എന്തെങ്കിലും ജന്മനം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഈ AV മാൽഫോമേഷൻ എന്നൊക്കെ പറയും, ഇത് ഉണ്ടാകുമ്പോൾ അതൊക്കെ കൈകാര്യം ചെയ്യുന്നത് ന്യൂറോ സർജൻസ് ആണ്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിലെ ഈ ഫങ്ഷണൽ ന്യൂറോ സർജറി, അതായത് പാർക്കിൻസോണിസം അല്ലെങ്കിൽ എപ്പിലെപ്സി ഫിറ്റ്സ്, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പം അതിനെ ശസ്ത്രക്രിയ വഴി നമുക്ക് ഡീൽ ചെയ്യാൻ കഴിയും. അതൊക്കെ ഫങ്ഷൻ ന്യൂറോ സർജറിയാണ് ഡീൽ ചെയ്യുന്നത്. കഴുത്തിൽ നിന്ന് കയ്യിലേക്ക് പോകുന്ന ഞരമ്പുകൾ, ബ്രേക്കിൽ പ്ലക്സസ് അല്ലെങ്കിൽ പെരിഫറൽ നെർവ്സ്, അത് ബാക്കിയുള്ള മേജർ നെർവ്സ്, ഈ ഞരമ്പുകളൊക്കെ എന്തെങ്കിലും മുഴവില വരുവാണെങ്കിൽ അത് ന്യൂറോ സയൻസ് ആണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പം പല രീതിയിലുള്ള അസുഖങ്ങളും ശസ്ത്രക്രിയ വഴി ന്യൂറോ സയൻസ് കൈകാര്യം ചെയ്യുന്നുണ്ട്. വിജയ ശതമാനം ഇപ്പോൾ ഏകദേശം 90-95% പല അസുഖങ്ങൾക്കും. അപ്പം വളരെയധികം മികവോടുകൂടിയാണ് ന്യൂറോ സർജറി ഇപ്പം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പല അസുഖങ്ങളും ഇപ്പം നമ്മൾ ചികിത്സിക്കാൻ കഴിയില്ലെന്ന് വിചാരിക്കുന്ന പല അസുഖങ്ങളും ഇനിയും ഭാവിയിൽ നമുക്ക് പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിച്ചേക്കാമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. താങ്ക് യു.